സ്റ്റുഡൻസ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റ് IIT എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ്? ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ. ഇറോട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഫ്ലൂയിഡ് ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ, അതും ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫ്ലൂയിഡ് ഈസ് വിസ്കസ്. ഓക്കെ, അത് ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നോൺ വിസ്കസ് ആയിരിക്കണം. ഓക്കെ, നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ. സോ ദ ഓപ്ഷൻ ഈസ് ഫോർത്ത് വൺ, ദാറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഗേജ് പ്രഷർ. അതായത് ഗേജ് പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിരിക്കുന്നത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ഒരു പോയിന്റിലുള്ള അബ്സല്യൂട്ട് പ്രഷറും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് P - PA ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ HρG. ഓക്കെ, ഇവിടെ P എന്ന് പറയുന്നത് ഒരു പോയിന്റിലുള്ള ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് പ്രഷറാണ്. PA എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത് എന്ന് പറയുന്നത് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കൂ, ഒരു പോയിന്റിലുള്ള പ്രഷർ, അതായത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗേജ് പ്രഷർ, അതായത് P - PA എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അതുപോലെ ഒരു പോയിന്റിലുള്ള അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം P - PA ഈസ് വാട്ട്? നെഗറ്റീവ്. ഓക്കെ, ഗേജ് പ്രഷർ നെഗറ്റീവ് ആണ്. അതുപോലെ ഒരു പോയിന്റിലുള്ള അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആണെങ്കിൽ ഗേജ് പ്രഷർ P - PA ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതുകൊണ്ട് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതേപോലെ തന്നെ സീറോയും ആവാം. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. ദറ്റ് ഈസ് ദ ഫോർത്ത് ഓപ്ഷൻ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഈ ഫിഗറിൽ രണ്ട് കണ്ടെയ്നേഴ്സ് തന്നിട്ടുണ്ട് P ആൻഡ് Q വിത്ത് സെയിം ബേസ് ഏരിയ. ഓക്കെ, ബേസ് ഏരിയ സെയിം ആണ് ആൻഡ് ഈച്ച് ഫിൽഡ് അപ് ടു ദ സെയിം ഹൈറ്റ് വിത്ത് ദ സെയിം ലിക്വിഡ്. അതായത് ഈ രണ്ട് കണ്ടെയ്നറിലും ഒരേ ഹൈറ്റിൽ ഒരേ ലിക്വിഡ് എന്ത് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ഇതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് രണ്ട് ലിക്വിഡ് തന്നിട്ട്, സെയിം ലിക്വിഡ് എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടിൻ്റെയും ഡെൻസിറ്റി സെയിം ആണ്. അതേപോലെ തന്നെ ഒരേ ലെവൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ലിക്വിഡ് ഫില്ല് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഈസ് വാട്ട്? സെയിം. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ബീക്കറിലുള്ള പ്രഷർ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു X എന്ന് പറയുന്ന പോയിന്റ് വന്നിട്ടുണ്ട്. ആ X എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷറാണ് PX. ഇവിടെ Y എന്ന് പറയുന്ന ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ആ പോയിന്റിലുള്ള പ്രഷറാണ് PY. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ലിക്വിഡ് കോളത്തിൻ്റെ കേസിൽ ദ പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ലിക്വിഡ് കോളം ഈസ് ഗിവൺ ബൈ P ഈസ് ഈക്വൽ ടു PA പ്ലസ് HρG. ഓക്കെ, ഇഫ് ദ ലിക്വിഡ് കോളം ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇവിടെയുള്ള കേസിൽ കണ്ടെയ്നർ ഓപ്പൺ ആണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ലിക്വിഡ് സർഫസിൽ ഉള്ള പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? PA ആയിരിക്കും. അതേപോലെ തന്നെ ഇതും ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഈ സർഫസിലുള്ള പ്രഷർ എന്തായിരിക്കും? PA ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ലിക്വിഡ് കോളം ദ പ്രഷർ ഈസ് ഗിവൺ ബൈ P ഈസ് ഈക്വൽ ടു PA പ്ലസ് HρG. അവിടെ H എന്ന് പറയുന്നത് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് ഫ്രം ദ സർഫസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് ദ പോയിന്റ് X എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം PA പ്ലസ് ആ പോയിന്റിലേക്കുള്ള ഡെപ്ത് എന്ന് പറയുന്നത് H ആണ്. സോ ഇറ്റ് ഈസ് PA പ്ലസ് HρG. അതുപോലെ Y എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷർ എത്രയാണെന്ന് വെച്ചാൽ PY ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് PA പ്ലസ് അവിടത്തേക്കുള്ള ഡെപ്ത് എന്ത് തന്നെയാണ്? H തന്നെയാണ്. സോ ഇറ്റ് ഈസ് HρG. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ, PX ഈസ് ഈക്വൽ ടു PY. ഇവിടെ ആൻസർ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷനാണ് വരിക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കണ്ടെയ്നർ തന്നിട്ടുണ്ട്. ആ കണ്ടെയ്നർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൂടാതെ അവിടെ 4 പോയിന്റുകളുണ്ട് ABCD. ഓക്കെ, ആൻഡ് ദാറ്റ് പോയിന്റ്സ് ആർ ലൈയിങ് ഓൺ ദ സർക്കിൾ. ഓക്കെ, അറ്റ് ദ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സിലാണ് ഈ പോയിന്റുകളെല്ലാം കിടക്കുന്നത്. പോയിന്റ്സ് A ആൻഡ് C ലൈ ഓൺ ദ വെർട്ടിക്കൽ ലൈൻ ആൻഡ് B ആൻഡ് D ലൈ ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ. അങ്ങനെയാണെങ്കിൽ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം.
അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബീക്കർ തന്നു, ഓക്കെ, അതിൻ്റെ ഉള്ളിലൊരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ 4 പോയിന്റ് തന്നു ABCD, ഓക്കെ, ഓരോ പോയിന്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് കമ്പയർ ചെയ്യാം. പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഈ കണ്ടെയ്നർ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ലിക്വിഡ് സർഫസിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. കൂടാതെ ഓരോ പോയിന്റിലേക്കുള്ള ഡെപ്ത് കണ്ടുപിടിച്ചാൽ A എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡെപ്ത് H ആണ്. അതുപോലെ ബിയും ഡിയും എന്താണ്, ഒരേ ലൈനിലാണ് കിടക്കുന്നത്. കൂടാതെ ആ പോയിന്റിലേക്കുള്ള ഡെപ്ത് എന്ന് പറയുന്നത് ബിയിലും ഡിയിലും സെയിം ഡെപ്ത് ആണ്. ഓക്കെ, ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് ഇത് അതിൻ്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡെപ്ത് എന്ന് പറയുന്നത് H+R ആയിരിക്കും. കൂടാതെ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്, റേഡിയസ് തന്നെയാണ്. അപ്പോൾ H+2R ആണ് ഈ പോയിന്റിലേക്കുള്ള എന്ത് എന്ന് പറയുന്നത് ഡെപ്ത് എന്ന് പറയുന്നത് അല്ലേ. സോ H+2R ആണ് സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡെപ്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് ഗിവൺ ബൈ P ഈസ് ഈക്വൽ ടു PA പ്ലസ് എന്താണ് HρG. ഓക്കെ, ആദ്യം നമുക്ക് എ എന്ന പോയിന്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കാം. സോ PA ഈസ് ഈക്വൽ ടു PA പ്ലസ് ആ പോയിന്റിലേക്കുള്ള ഡെപ്ത് H ആണെന്ന് അറിയാം. സോ ഇറ്റ് ഈസ് PA പ്ലസ് HρG. അതുപോലെ ബി എന്ന പോയിന്റും ഡി എന്ന പോയിന്റും ഒരേ ഡെപ്തിലായതുകൊണ്ട് തന്നെ ആ 2 പോയിന്റിലുള്ള പ്രഷർ ഈക്വൽ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ പ്രഷർ അറ്റ് എനി പോയിന്റ്സ് ലൈങ് അറ്റ് ദ സെയിം ലെവൽ ആർ വാട്ട് സെയിം. ഒരേ ലെവലിൽ നിൽക്കുന്ന പോയിന്റുകൾക്കെല്ലാം ഉള്ള പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. സോ PB ഈസ് ഈക്വൽ ടു PD. അതെന്താ കിട്ടുക, PA പ്ലസ് ആ പോയിന്റിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് H+R ആണ്. സോ H+R ഇൻറ്റു എന്ത് വരും, ρG എന്ന് വരും. ശരിയല്ലേ. അതുപോലെ സി എന്ന പോയിന്റിലേക്കുള്ള പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ PA പ്ലസ് ആ പോയിന്റിലേക്കുള്ള ഡെപ്ത് നിങ്ങൾക്കറിയാം എന്താണ്, H+2R ആണ്, ഇൻറ്റു എന്ത് വരും, ρG എന്ന് വരും. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റിലുള്ള പ്രഷർ കിട്ടി. ഇനി നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് PBയും PDയും എന്താണ്, ഈക്വൽ ആണ്. അത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. PB ഈസ് ഈക്വൽ ടു PD ആണ്. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും PA എന്ന് പറയുന്നത് PA പ്ലസ് HρG ആണ്. PB അല്ലെങ്കിൽ PD എന്ന് പറയുന്നത് PA പ്ലസ് H+ρG ആണ്. H+R ഇൻറ്റു ρG ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം PB ഈസ് ഗ്രേറ്റർ ദാൻ PA. ദിസ് ഈസ് കറക്റ്റ്. ആൻഡ് ഓൾസോ PB ഈസ് ഈക്വൽ ടു PD. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ആൻഡ് വാട്ട് അബൌട്ട് PC? PC എന്ന് പറയുന്നത് PA പ്ലസ് H+2R ഇൻറ്റു ρG ആണ്. കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, പ്രഷർ അറ്റ് ദ പോയിന്റ് C ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ അറ്റ് ദ പോയിന്റ് D. സോ ദിസ് ഈസ് ഓൾസോ വാട്ട് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം PC പ്ലസ് PA കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്താണ് PC എന്ന് പറയുന്നത് PA പ്ലസ് H+2R ഇൻറ്റു എന്താണ്, ρG ആണ്. പ്ലസ് വാട്ട് ഈസ് PA പ്ലസ് HρG ആണ്. ശരിയല്ലേ. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് PA പ്ലസ് H ഇൻറ്റു ρG പ്ലസ് എന്ത് വരും, 2R ഇൻറ്റു ρG പ്ലസ് PA പ്ലസ് എന്ത് വരും, HρG എന്ന് വരും. ശരിയല്ലേ. ഇവിടെ PA പ്ലസ് PA എന്താണ്, 2PA എന്ന് വരും. ഓക്കെ, പ്ലസ് HρG പ്ലസ് HρG എന്താ കിട്ടുക, 2HρG എന്ന് കിട്ടും. പ്ലസ് എന്ത് വരും, 2R ഇൻറ്റു ρG എന്ന് വരും. ശരിയല്ലേ. ഈ എല്ലാ ടേമിലും 2 കോമൺ ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ കിട്ടുക, PA പ്ലസ്, ഓക്കെ, അടുത്ത 2 ടേമിലുള്ളത് HρGയും RρGയും ഉള്ളത്. ρG കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക H+R ഇൻറ്റു എന്ത് വരും, ρG എന്ന് വരും. ശരിയല്ലേ. ഈ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്താ കിട്ടുക, PC പ്ലസ് PA ഓൾ ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, PA പ്ലസ് H+R ഇൻറ്റു എന്ത് വരും, ρG എന്ന് വരും. ശരിയല്ലേ. വാട്ട് ഈസ് PA പ്ലസ് H+R ഇൻറ്റു ρG? ദാറ്റ് ഈസ് ദിസ് വൺ, ദാറ്റ് ഈസ് PB അല്ലെങ്കിൽ PD ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു PB ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, PD. ശരിയല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ വിച്ച് വൺ ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ദാറ്റ് ഈസ് ദ തേർഡ് ഓപ്ഷൻ. സോ ദ ആൻസർ ഈസ് ദ തേർഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വോളിയം ഓഫ് എൻ എയർ ബബിൾ ഈസ് ഡബിൾഡ് ആസ് ഇറ്റ് ഈസ് റൈസ്ഡ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ലേക്ക് ടു ഇറ്റ് സർഫസ്. അതായത് ഒരു ലേക്കിൻ്റെ ബോട്ടത്തിൽ നിന്ന് സർഫസിലേക്ക് ഒരു എയർ ബബിൾ എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വോളിയം എന്ത് ചെയ്തു, ഡബിൾ ചെയ്യുന്നു. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ട് എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 75 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി. കൂടാതെ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ടു ദാറ്റ് ഓഫ് ദ ലേക്ക് വാട്ടർ ഈസ് 40/3. ഓക്കെ, ഡെൻസിറ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ഓഫ് ദ ലേക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഇതാണ് ലേക്ക്, ഇത് ബോട്ടം സർഫസ് ആണ്. ബോട്ടം സർഫസിൽ ഒരു എയർ ബബിൾ ഉണ്ട്. ഓക്കെ, ബോട്ടത്തിലുള്ള പ്രഷർ എന്ന് പറയുന്നത് P ആയിട്ട് എടുക്കൂ. ആ സമയത്ത് അവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് V ആയിട്ട് എടുക്കൂ. ഓക്കെ,
അത് സർഫസിലേക്ക് റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുക? മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. പ്രഷർ കുറയുന്നു. സർഫസിലെത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? പ്രഷർ എന്തായി മാറും? അറ്റ്മോസ്ഫിയറിക് പ്രഷറായി മാറുന്നു. കൂടാതെ വോളിയം എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലായി, മുകളിലേക്ക് പോകുന്നതോടും പ്രഷർ കുറയുന്നു, വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു വാട്ട്? എ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? P1V1 ഈസ് ഈക്വൽ ടു P2V2 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇവിടെയുള്ള P1 എന്ന് പറയുന്നത് ബോട്ടം പോയിന്റിലുള്ള പ്രഷറാണ്, ദാറ്റ് ഈസ് P. അവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് V ആണ്. P2 എന്ന് പറയുന്നത് സർഫസ് പോയിന്റ്, അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് P ആണ്. വോളിയം എത്രയാണ്? 2V ആണ് അല്ലേ? ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? പ്രഷർ അറ്റ് ദ ബോട്ടം പോയിന്റ് ഈസ് ഈക്വൽ ട്വൈസ് ദ പ്രഷർ അറ്റ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ 2PA എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് ബോട്ടം പോയിന്റുള്ള പ്രഷറാണ്. നിങ്ങൾ വിചാരിക്കുക എന്താണ്, ലേക്കിൻ്റെ ഡെപ്ത് H ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ബോട്ടം പോയിന്റുള്ള പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം, അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ലിക്വിഡ് കോളം പ്രഷർ ഈസ് ഗിവൺ ബൈ PA പ്ലസ് എന്താണ്? HρG എന്നാണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ Pക്ക് പകരം എന്ത് കൊടുക്കാം? PA പ്ലസ് HρG എന്ന് കൊടുക്കാം. സോ PA പ്ലസ് HρG ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 ടൈംസ് PA എന്ന് കിട്ടി. ഇതിനെ മാറ്റി എഴുതിയാൽ എന്ത് കിട്ടും? HρG ഈസ് ഈക്വൽ ടു PA എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ റോ എന്ന് പറയുന്നത് എന്താണ്? ഈ റോ എന്ന് പറയുന്നത് നമ്മൾ ബോട്ടം പോയിന്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ എടുത്ത ഡെൻസിറ്റിയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി വാട്ട് ഈസ് PA? PA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 75 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു H ഇൻറ്റു raw water, okay, raw water into G is equal to what is PA? 75 centimeter of mercury column അല്ലേ? That is 75 into 10 raised to minus 2 into density of the mercury into acceleration due to gravity അല്ലേ? അങ്ങനെയാണെങ്കിൽ what is H? H is equal to എന്ത് കിട്ടി? 75 into 10 raised to minus 2 into density of the mercury divided by density of വാട്ടർ എന്ന് കിട്ടും. ഇവിടെയുള്ള കേസിൽ ജിയും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ H ഈസ് ഈക്വൽ എന്ത് കിട്ടി? 75/100 ഇൻറ്റു എന്ത് കിട്ടും? ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 40/3 ആണ്. ദാറ്റ് ഈസ് 40/3. ഓക്കെ, ഇതും ക്യാൻസൽ ചെയ്താൽ 25 കിട്ടും. ഇതും ക്യാൻസൽ ചെയ്തു. സോ ദ ആൻസർ ഈസ് വാട്ട്? 100/10 അല്ലേ? എത്ര കിട്ടും? 10 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് 10 മീറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൃത്യമായി മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്തത് അല്ലെങ്കിൽ സോൾവ് ചെയ്തത്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ബാരോമീറ്റർ കെപ്റ്റ് ഇൻ എൻ എലിവേറ്റർ റീഡ് 76 സെൻറ്റിമീറ്റർ വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അതായത് ബാരോമീറ്റർ കാണിക്കുന്ന പ്രഷർ എപ്പോഴും എലിവേറ്റർ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് എത്രയാണ്? 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി കോളം ആണ്. ഓക്കെ, ഇനി ആ എലിവേറ്റർ എന്ത് ചെയ്യുന്നു? ഒരു ആക്സലറേഷനിൽ മുകളിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ബാരോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 76 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത കേസിൽ കാണിക്കുന്നത് അത് 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി തന്നെയാണോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണോ കുറവാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം, ഫസ്റ്റ് കേസിൽ അതായത് എന്താണ്? എലിവേറ്റർ റെസ്റ്റിലായിരിക്കുന്ന സമയത്തുള്ള പ്രഷർ P1 ആണ്. ഓക്കെ, അത് എന്തിനു തുല്യമാണ്? ഇറ്റ് ഈസ് ആക്ച്വലി മെഷറിംഗ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് PA. അത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു HρG. ഓക്കെ, അവിടെ H എന്ന് പറയുന്നത് എന്താണ്? അവിടെ H എന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി കോളം ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ പ്രഷർ എത്രയാണ്? P2 ആണ്. അത് ആക്സലറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ആക്സലറേറ്റ് ചെയ്താലും അത് കാണിക്കുന്നത് എന്താണ്? അത് ബാരോമീറ്റർ തന്നെയല്ലേ? അപ്പോൾ അത് കാണിക്കുന്നത് വീണ്ടും എന്ത് തന്നെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. ഓക്കെ, അത് കാണിക്കുന്ന പ്രഷർ തന്നെയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? കാരണം ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വരേണ്ടത്? ജിയുടെ സ്ഥാനത്ത് ജി എഫക്റ്റീവ് വരേണ്ടത്. എഫക്റ്റീവ് വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരേണ്ടത്. മുകളിലേക്കാണ് ആക്സലറേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാതെ എന്താണ്? G+A ആയിരിക്കും. താഴോട്ടേക്കാണ് എന്താണ് എലിവേറ്റർ ആക്സലറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് G-A ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ ഇക്വേഷൻ വരേണ്ടത്? H തന്നെയാണ് വരിക അല്ല. അപ്പോൾ നമ്മൾ H' എന്ന് എഴുതും. H' ഇൻറ്റു റോ ഇൻറ്റു എന്ത് എഴുതാം? G+A എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഈ രണ്ട് കേസിലും കാണിക്കുന്ന പ്രഷർ എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എന്ന് പറഞ്ഞാൽ HρG എന്ന് പറയുന്നതും ഈ H' റോ ഇൻറ്റു G+A എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ H' ഈക്വൽ എന്താ വരേണ്ടത്? ദാറ്റ് ഈസ് HρG ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു G+A എന്നാ വരിക. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ HG ഡിവൈഡഡ് ബൈ G+A എന്ന് വരും. ഇത്
76-നേക്കാൾ കൂടുതലാണോ കുറവാണോ? കുറവായിരിക്കും അല്ലേ? കാരണം വേണ്ടത് എന്താണ്? എച്ച് എന്ന് പറയുന്നത് 76 ആണ്. അതായത് 76 ഇൻറ്റു ജി ഡിവൈഡ് ബൈ ജി പ്ലസ് എ വരുന്നത്. ഡിനോമിനേറ്റർ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം എച്ച് ഡാഷ് ഈസ് ലെസ് ദാൻ എന്താണ്? 76 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായല്ലോ? നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ എ ഹൈഡ്രോളിക് ജാക്ക് ആസ് ഷോൺ മാസ് ഓഫ് ദ കാർ W is equal to 800 kilogram, A1 is equal to 10 centimeter square, A2 is equal to 10 meter square, then the minimum force F required to lift the car is. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രോളിക് ജാക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇത് ശരിക്ക് എന്തിൻ്റെ അപ്ലിക്കേഷനാണ്? ദിസ് ഈസ് ആക്ച്വലി ദ അപ്ലിക്കേഷൻ ഓഫ് ഏതായിരുന്നു? പാസ്കൽസ് ലോ ആണ് അല്ലേ? പാസ്കൽസ് ലോയിൻ്റെ അപ്ലിക്കേഷനാണ് ഇത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഹൈഡ്രോളിക് ബ്രേക്കും എന്തിൻ്റെ അപ്ലിക്കേഷനാണ്? പാസ്കൽസ് ലോയിൻ്റെ അപ്ലിക്കേഷനാണ്. ഇവിടെയുള്ള കേസിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ കാറിനെ ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ഫോഴ്സ് എത്രയാണെന്ന ചോദ്യം. ഈ ഫോഴ്സ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ തന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എത്ര തന്നെയായിരിക്കും? പി തന്നെയായിരിക്കും. ശരിയല്ലേ? ഇവിടെയുള്ള ഏരിയ F1 ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? F ഡിവൈഡഡ് ബൈ A1 ആണ്. ഈ പ്രഷർ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ, ആ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, ആ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ആ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഇവിടെയുള്ള വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഈക്വൽ ടു ഡബ്ല്യു ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇവിടെയുള്ള കേസിൽ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. ഓക്കെ, ഈ എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് പ്രഷർ ഇൻറ്റു അവിടെയുള്ള ഏരിയ എത്രയാണ്? A2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ കാർ ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg. ഓക്കെ, വാട്ട് ഈസ് ദ പ്രഷർ ഹിയർ? പ്രഷർ എന്ന് പറയുന്നത് എഫ് ഡിവൈഡ് ബൈ A1 ആണ്. സോ ഇറ്റ് ഈസ് എഫ് ഡിവൈഡ് ബൈ A1 ഇൻറ്റു എന്താണ്? A2 ഈസ് ഈക്വൽ ടു എന്ത് വരും? mg എന്ന് വരും. ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കാണാം? എഫ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആക്ച്വലി എഫ് ഈസ് ഈക്വൽ ടു mg ഇൻറ്റു എന്ത് വരും? A1 ഡിവൈഡ് ബൈ A2 എന്ന് വരും. സോ എം എന്ന് പറയുന്നത് എത്രയാണ്? 800 കിലോഗ്രാം. ജി 10 ആയിട്ട് എടുക്കാം. A1 എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സോ 10 ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ 10⁻⁻⁴ ഡിവൈഡ് ബൈ A2 എത്രയാണ്? 10 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു. സോ ദ ആൻസർ ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0.8 ന്യൂട്ടൺ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ. എങ്ങനെയാണ് ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കുക. എട്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ വുഡൻ ക്യൂബ് ജസ്റ്റ് ഫ്ലോട്ട്സ് ഇൻസൈഡ് വാട്ടർ വിത്ത് എ 200 gram മാസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ്. വെൻ ദ മാസ് ഈസ് റിമൂവ്ഡ് the cube floats with its top surface 2 centimeter above the water level. What is the side of the cube? അപ്പോൾ നിങ്ങളോട് പറയുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ക്യൂബ് വെച്ചു. ആ ക്യൂബിൻ്റെ മുകളിൽ ഒരു 200 gram വെച്ചു. ഓക്കെ, ഇങ്ങനെ 200 gram വെച്ച സമയത്ത് ഈ ക്യൂബ് എന്ത് ചെയ്തു? ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഫ്ലോട്ട് ചെയ്യുന്നതിനെയാണ് ജസ്റ്റ് ഫ്ലോട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ 200 gram എടുത്തു മാറ്റി. 200 gram എടുത്തു മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ക്യൂബ് മുകളിലേക്ക് ഉയർന്നു. ഓക്കെ, എത്ര ഭാഗം മുകളിലേക്ക് ഉയർന്നു? 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഫ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 200 gram വെച്ചപ്പോൾ ഈ രീതിയിലാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, 200 gram എടുത്തു മാറ്റിയപ്പോൾ ഇത്രയും ഭാഗം പുറത്തേക്ക് വന്നു എന്നർത്ഥം. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഈ 200 gram വെക്കുന്ന സമയത്ത് ഈ ഭാഗം കൂടി എവിടെയാണുള്ളത്? വാട്ടറിൻ്റെ ഉള്ളിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമായിട്ടുള്ള വോളിയം ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യപ്പെട്ടു? ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു എന്നർത്ഥം. വോളിയം ഓഫ് വാട്ടർ എന്ത് ചെയ്യപ്പെട്ടു? ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. എപ്പോഴും ഈ 200 gram വെച്ചപ്പോൾ അല്ലേ? അപ്പോൾ ഈ 200 ഗ്രാമിന് തുല്യമായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ഈ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ലിക്വിഡിൻ്റെ വെയിറ്റിന് തുല്യമാണ്. ഓക്കെ, അതാണല്ലോ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ബോഡിയുടെ വെയിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ദിസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലേ? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ആര് ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ്? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഇമേഴ്സ്ഡ് പോർഷൻ അല്ലേ? ഇമേഴ്സ്ഡ് പോർഷൻ, അതായത് മുങ്ങിയിരിക്കുന്ന ഭാഗം, ആ വസ്തുവിൻ്റെ മുങ്ങിയിരിക്കുന്ന ഭാഗം ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് എന്തിന് തുല്യമാണെങ്കിൽ? ആ വസ്തുവിൻ്റെ വെയിറ്റിന് തുല്യമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഇത് വെച്ചപ്പോൾ മുഴുവനായിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ മുങ്ങി നിന്നു. ഇതെടുത്ത് മാറ്റിയപ്പോൾ ഇത്രയും വോളിയം മുകളിലേക്ക് പൊങ്ങി വന്നു. എന്ന് പറഞ്ഞാൽ
ഈ വോളിയത്തിന് തുല്യമായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ 200 ഗ്രാമിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 200 ഗ്രാമിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 200 × 10⁻³ ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് m × g ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? വോളിയം, ഓക്കെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ശരിയല്ലേ? ദാറ്റ് ഈസ് v⍴g. ഇതാണ് വോളിയം, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്. കാരണം ഈ കറസ്പോണ്ടിങ് വോളിയത്തിന് തുല്യമായിട്ടുള്ള വെയിറ്റ് ആണ്. ഓക്കെ, വോളിയം തന്നു കഴിഞ്ഞാൽ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ v × ρ × g എന്ന് എഴുതാം. ശരിയല്ലേ? സോ ഇവിടെയുള്ള കേസിൽ ജിയും ജിയും ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് ഈസ് 200 × 10⁻³ ഈസ് ഈക്വൽ ടു, ഇവിടെ വി എത്രയാ? വോളിയം എന്ന് പറയുമ്പോൾ ഏത് വോളിയമാണ്? ഈ ഭാഗത്തിൻ്റെ വോളിയമാണ് അല്ലേ? ഈ ഭാഗത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇത് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ബാക്കിയുള്ളത് എന്താണ്? ഇത് ശരിക്കും ഇങ്ങനെയാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ക്യൂബ് ഉള്ളത്. ശരിയല്ലേ? ഇത് ഹൈറ്റ് എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര തന്നെയാണ്? എച്ചും എച്ചും ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ 2 × 10⁻² ഇൻറ്റു h² ഇൻറ്റു റോ. വാട്ട് ഈസ് റോ? ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 10⁻³ ശരിയല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റി എഴുതാം. സോ ഇതിനെ മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? h² ഈക്വൽ ടു 200 × 10⁻³ ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 × 10⁻² ഇൻറ്റു 10⁻³ എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ 2ഉം ഈ 2 അങ്ങ് ക്യാൻസൽ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മുകളിൽ 100 × 10⁻³ 10⁻² × 10⁻³ എന്ന് പറയുമ്പോൾ 10 വരും. അത് മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁻1 വരും. ഓക്കെ, സോ h² ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 10⁻² എന്ന് കിട്ടും. ശരിയല്ലേ? 10⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ദാറ്റ് ഈസ് h ഈസ് ഈക്വൽ ടു 10⁻1 എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ എന്ന് വരും. 0.1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ബ്ലോക്ക് ഓഫ് സ്റ്റീൽ ഓഫ് സൈസ് 5 × 5 × 5 cm³ ഈസ് വെയ്ഡ് ഇൻ വാട്ടർ. ഇഫ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റീൽ ഈസ് 7, ഇറ്റ്സ് അപ്പാരൻറ്റ് വെയ്റ്റ് ഈസ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു സ്റ്റീൽ ബ്ലോക്ക്, അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സ്റ്റീലിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപ്പാരൻറ്റ് വെയിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ ദ ലിക്വിഡ്, ദറ്റ് ഈസ് കോൾഡ് അപ്പാരൻറ്റ് വെയിറ്റ്. ദറ്റ് ഈസ് ഗിവൺ ബൈ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ മൈനസ് വാട്ട്? അപ്ത്രസ്റ്റ്. ഇതാണ് അപ്പാരൻറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുന്നത് m × g ആണ്, മൈനസ് u. ഓക്കെ, ഇവിടെ നമുക്കിതിനെ മാറ്റി എഴുതാം. മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു g മൈനസ് അപ്ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു g. ഇതാണ് ഇക്വേഷൻ. ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള ടേം പുറത്തേക്ക് എടുത്താൽ v × g മൈനസ് റോ മൈനസ് സിഗ്മ എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ അപ്പാരൻറ്റ് വെയിറ്റ്. മനസ്സിലായല്ലോ? ഇനി ഇവിടെയുള്ള കേസിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റീൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ദ റിലേറ്റീവ് ഡെൻസിറ്റി. അത് എത്രയാണ്? 7 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 7 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ വാട്ടറിൻ്റെ കേസിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് അത് എത്രയാണ്? 1 ആയിട്ട് എടുക്കാം. വാട്ടർ ആയതുകൊണ്ട് അത് 1 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു വിൽ ഗെറ്റ് വോളിയം ഈസ് 5 × 5 × 5. ഓക്കെ, ഇൻറ്റു g. ഓക്കെ, g നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഗ്രാം വെയിറ്റിലാണ് വേണ്ടത്. ഓക്കെ, ദറ്റ് ഈസ് ഇൻറ്റു റോ മൈനസ് സിഗ്മ. റോ എന്ന് പറയുന്നത് 7, സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഹിയർ വി ആർ ടേക്കിംഗ് ദ റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, ഇൻറ്റു g. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? g ഒഴിവാക്കിയിട്ട് ഇതിനെ എന്ത് ചെയ്യാം? ഗ്രാം വെയിറ്റിലേക്ക് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഗ്രാം വെയിറ്റ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 5 × 5 × 5 ഇൻറ്റു എന്ത് വരും? 7 - 1 6. അത്രയും ഗ്രാം വെയിറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. എന്താണ് അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പാരൻറ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി മൈനസ് അപ്ത്രസ്റ്റ്. ഓക്കെ, ആൻഡ് വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് വാട്ട്? വോളിയം ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു g. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ അപ്പാരൻറ്റ് വെയിറ്റ്. മനസ്സിലായല്ലോ?
അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ബ്ലോക്ക് ഓഫ് വുഡ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ വിത്ത് 4/5 of its volume submerged, but it just floats in another liquid. The density of the liquid is. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു ബ്ലോക്ക് വാട്ടറിൽ വെച്ചപ്പോൾ അത് ഫ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ്? 4/5 ഓഫ് ദ വോളിയം എവിടെയാണ്? ഇമേഴ്സ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, ദാറ്റ് മച്ച് വോളിയം ഈസ് സബ്മേർജ്ഡ്. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യുന്നു. പക്ഷെ അതെങ്ങനെയാണ്? ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്ലോട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. സോ യു ക്യാൻ സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്താ പറയുന്നത്? ഒരു വസ്തു എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യുന്നത്? ആ വസ്തുവിൻ്റെ വെയിറ്റ്, അതായത് വെയിറ്റ് ഓഫ് ദ ബോഡി എന്തിന് ഈക്വൽ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ആര് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡാണ്? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഇമേഴ്സ്ഡ് പാർട്ട്. ഓക്കെ, അതായത് ആ വസ്തുവിൻ്റെ മുങ്ങിയിരിക്കുന്ന ഭാഗം ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം, ലിക്വിഡിൻ്റെ വെയിറ്റ് ആ ബോഡിയുടെ വെയിറ്റിന് ഈക്വൽ ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ഇതാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിൽ നിങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? വാട്ടറിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? m/g ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ആസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു g. ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഇമേഴ്സ്ഡ് പാർട്ട്. ഇവിടെ എത്ര ഭാഗമാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്? വാട്ടറിൽ വെച്ചപ്പോൾ 4/5 പാർട്സ് ഓഫ് ദ വോളിയം എന്ന് പറഞ്ഞാൽ 4/5 ഇൻറ്റു ടോട്ടൽ വോളിയം ഓഫ് ദ ബോഡി ഈസ് V ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് മീൻസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഇൻറ്റു g. മനസ്സിലായില്ലേ? ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് നമുക്ക് വസ്തുവിൻ്റെ ഡെൻസിറ്റി കിട്ടും അല്ലേ? ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് വാട്ട്? ഇവിടെയുള്ള കേസിൽ വി ക്യാൻസൽ ചെയ്യാം, ജി ക്യാൻസൽ ചെയ്യാം. സോ ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു 4/5 ടൈംസ് എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 4/5 ഇൻറ്റു 1000. ദാറ്റ് ഈസ് 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് ആരുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്? ആ ബോഡിയുടെ ഡെൻസിറ്റി. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? ദ ബോഡി ജസ്റ്റ് ഫ്ലോട്ട്സ് ഇൻ ലിക്വിഡ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഫ്ലോട്ട്സ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. ഒരു ബീക്കറിൽ നമ്മൾ ലിക്വിഡ് എടുത്തു, ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കേസിൽ സെക്കൻഡ് കേസിൽ നമുക്ക് എന്ത് എഴുതാം? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു എന്താണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു? ഇമേഴ്സ് ചെയ്തിട്ടാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഇവിടെ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഇമേഴ്സ്ഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നു? ഇമേഴ്സ് ചെയ്തിട്ടാണ് അല്ലേ? ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുന്ന പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഫുൾ പോർഷനും എവിടെയാണുള്ളത്? എന്താണ്? ഇൻസൈഡ് ദ ലിക്വിഡാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അത് ഫ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് എഴുതാം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ബോഡി. ഓക്കെ, ഇവിടെയുള്ള കേസ് ഫുൾ പോർഷൻ എന്ത് ചെയ്തിട്ടാണത്? ഇമേഴ്സ് ചെയ്തിട്ടാണത്. സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി എന്ന് എടുക്കാം. സോ ഫ്രം ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ what is that? Density of the body is equal to density of the liquid. So what is the density of the liquid? That is density of the body, that is 800 kilogram per meter cube. So it is very clear that is when the body just floats. ഒരു ബോഡി ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താണ്? ആ വസ്തുവിൻ്റെ ഡെൻസിറ്റി എന്തിന് തുല്യമായിരിക്കണം? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡിന് തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ, ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോഡി ഓഫ് ഡെൻസിറ്റി റോ ഈസ് ഡ്രോപ്ഡ് ഫ്രം റെസ്റ്റ് ഫ്രം എ ഹൈറ്റ് h ഇൻ ടു എ ലേക്ക് ഓഫ് ഡെൻസിറ്റി സിഗ്മ വെർ സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ റോ. നെഗ്ലക്റ്റിംഗ് ഓൾ ഡെസിപ്പേറ്റീവ് ഫോഴ്സസ് the maximum depth to which the body sinks before returning to float on the surface. ഇത് ലേക്കിൻ്റെ സർഫസ് ആണെന്ന് വിചാരിക്കൂ. ഒരു ബോഡി നമ്മൾ h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി അത് താഴോട്ടേക്ക് വരുംതോറും അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ?
ഇത് എച്ച് ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലേക്കിൻ്റെ സർഫസിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വി ഈസ് ഈക്വൽ റൂട്ട് 2gh ആയി മാറും. കാരണം നമുക്കറിയാം ഒരു എച്ച് ഹൈറ്റിൽ നിന്നൊരു വസ്തുവിനെ ഡ്രോപ്പ് ചെയ്താൽ ഫ്രീ ഫോളിൻ്റെ കേസിൽ വെലോസിറ്റി എത്രയായിരിക്കും അറിയാം, റൂട്ട് 2gh ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് ഈ ലേക്കിലൂടെ താഴോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വെലോസിറ്റി കുറയുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഫൈനലി അതിൻ്റെ വെലോസിറ്റി എന്തായി മാറും, 0 ആയി മാറും. ഓക്കെ, വെലോസിറ്റി 0 ആയി മാറിയതിന് ശേഷം അത് വീണ്ടും എന്ത് ചെയ്യും, മുകളിലേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്, ഇത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് സഞ്ചരിക്കുന്ന മാക്സിമം ഡെപ്താണ് ചോദിച്ചത്. ഓക്കെ, റിട്ടേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആവണം. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ വെലോസിറ്റി വി ഡാഷ് 0 ആയതിനു ശേഷം അത് മുകളിലേക്ക് ഉയരും. അപ്പോഴുള്ള ഡെപ്താണ് നമുക്ക് വേണ്ടത്. ആ ഡെപ്ത് നമ്മൾ എച്ച് ഡാഷ് എന്ന് കൺസിഡർ ചെയ്യും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഒന്ന് 1, അടുത്തത് 2. ഓക്കെ, അതിന് മുകളിലുള്ള കേസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ലേക്കിൻ്റെ സർഫസിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, വി ഈക്വൽ റൂട്ട് 2gh ആണ്. ഓക്കെ, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഫൈനലി അതിൻ്റെ വെലോസിറ്റി എന്തായി മാറുന്നു, 0 ആയി മാറുന്നു. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്, വി ഈക്വൽ ടു റൂട്ട് 2gh ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്, വി ഡാഷ് ഈക്വൽ ടു 0 ആണ്. ശരിയല്ലേ? ഇനി അത് സഞ്ചരിച്ച ദൂരം എത്രയാണ്, എസ് ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ആണ്. ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഈ വസ്തുവിന് ഈ ലേക്കിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് എത്രയാണ് ആക്സലറേഷൻ എന്നറിയണം. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ ബോഡിയുടെ കേസിൽ എത്ര ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു നോക്കാം. ഒന്ന്, അതിൻ്റെ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷൻ, ദറ്റ് ഈസ് mg. രണ്ടാമത്തത് അപ് ത്രസ്റ്റ് മുകളിലേക്ക്, ദറ്റ് ഈസ് u. ഓക്കെ, അപ്പോൾ ഈ ബോഡിയുടെ മുകളിൽ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു mg മൈനസ് u എന്ന് എഴുതാം. ഓക്കെ, അവിടെ എം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ദ ബോഡിയാണ്. അത് നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. സോ വി ഇൻറ്റു റോ ഇൻറ്റു ജി മൈനസ് അപ്ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ബോഡി മുഴുവനും ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തതുകൊണ്ട് നമുക്ക് പറയാം വി ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി, വേർ സിഗ്മ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. മനസ്സിലായില്ലേ? ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സിഗ്മ, അതായത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്തിനേക്കാൾ കൂടുതലാണ്, ഡെൻസിറ്റി ഓഫ് ദ ബോഡിയേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ വെയിറ്റ് എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി, അതായത് വി റോ ജിയേക്കാൾ കൂടുതലായിരിക്കും ഏത്, വി സിഗ്മ ജി, ദറ്റ് ഈസ് അപ് ത്രസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചെഴുതുന്നു. സോ വി ക്യാൻ റീറൈറ്റ് ആസ് മൈനസ് ഓഫ് വി സിഗ്മ ജി മൈനസ് വി റോ ജി എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ്. ഓക്കെ, ദറ്റ് ഈസ് മൈനസ് വി ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡ് ബൈ മാസിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി, ദറ്റ് ഈസ് വി ഇൻറ്റു റോ എന്ന് എഴുതാം. ദെർഫോർ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി ഡിവൈഡ് ബൈ റോ എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. ഏതാണ്, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, അത് റൂട്ട് 2gh ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, 2gh എന്ന് കിട്ടും. ശരിയല്ലേ? മൈനസ് വരാൻ കാരണം ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു സിഗ്മ മൈനസ് റോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു ജി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ഡാഷ്. ശരിയല്ലേ? ഇത് റീറൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി എച്ച് ഡാഷ് ഈസ് ഡിവൈഡ് ബൈ റോ ഈസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടും. അല്ലേ? ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം, ജി ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ എന്താ കിട്ടുക, എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച് ഇൻറ്റു റോ ഡിവൈഡ് ബൈ സിഗ്മ മൈനസ് റോ. സോ ദിസ് ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഓക്കെ, സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൃത്യമായി മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇതിന് ആൻസർ വരുന്നത് 3rd ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, 2 liquids having densities d1 and d2 are mixed in such a way that both have same mass. The density of the mixture. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ എന്താണ്, വോളിയമാണ്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, മാസ് ഓഫ് ദ മിക്സ്ചർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ മിക്സ്ചർ എന്ന് എഴുതാം. അല്ലേ? ഇവിടെയുള്ള കേസിൽ മാസ് ഓഫ് ദ മിക്സ്ചർ എന്ന് പറയുമ്പോൾ 2 മാസുകളുണ്ട്. ഓക്കെ, 2 ലിക്വിഡുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മാസ് m1 ആയിട്ട് എടുക്കാം, അടുത്തതിൻ്റെ m2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ മിക്സ്ചർ, ദാറ്റ് ഈസ് v1 പ്ലസ് v2. ഓക്കെ, ഇവിടെ m1 ഉം m2 ഈക്വൽ ആണ്. കാരണം എന്താണ്, സെയിം മാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, ബോത്ത് ഹാവ് ദ സെയിം മാസ്. അതുകൊണ്ട് m1 പ്ലസ് m2 എന്ന് പറയുമ്പോൾ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് m പ്ലസ് m ഡിവൈഡ് ബൈ v1 പ്ലസ് v2. നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ്. ഓക്കെ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. സോ v1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? m ഡിവൈഡഡ് ബൈ ρ1 എന്ന് എഴുതാം. രണ്ടാമത്തത് m ഡിവൈഡ് ബൈ ρ2 എന്ന് എഴുതാം. കാരണം എന്താണ്? മാസ് സെയിം ആയതുകൊണ്ട്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? m പ്ലസ് m എന്ന് പറയുമ്പോൾ 2m ഡിവൈഡ് ബൈ ഇവിടെ കോമൺ ആയിട്ട് m പുറത്തേക്ക് എടുക്കാം. സോ m പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 1 ബൈ ρ1 പ്ലസ് 1 ബൈ ρ2 ആണ്. സോ m ക്യാൻസൽഡ്. സോ ഇറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ LCM എടുക്കുക ρ1 ഇൻറ്റു ρ2. അങ്ങനെയാണെങ്കിൽ മുകളിൽ എന്ത് വരും? ρ1 പ്ലസ് ρ2 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ρ1 ഇൻറ്റു ρ2 ഡിവൈഡഡ് ബൈ ρ1 പ്ലസ് ρ2. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഡെൻസിറ്റി d1 d2 എന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു d1 d2 ഡിവൈഡഡ് ബൈ എന്ത് എന്ന് എഴുതാം? d1 പ്ലസ് d2 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഈസ് 4. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 13. A barometer tube reads 75 centimeter of mercury. If tube is gradually inclined at an angle of 30 degree with the horizontal, keeping the opponent in the mercury container, then find the length of the mercury column in the barometer. അപ്പോൾ നിങ്ങൾ പറയുന്നത് ബാരോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് എത്രയാണ്? 75 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ഇനി നിങ്ങൾ ആ ട്യൂബ് എന്ത് ചെയ്യുക? ഒരു 30 ഡിഗ്രി ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മെർക്കുറി ബാരോമീറ്റർ കാണിക്കുന്ന ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ബാരോമീറ്റർ എല്ലപ്പോഴും മെഷർ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ വെച്ചിരിക്കുന്ന ബാരോമീറ്റർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ രീതിയിലാണ് ബാരോമീറ്റർ വെച്ചതെന്ന് വിചാരിക്കൂ. ഈ രീതിയിൽ ബാരോമീറ്റർ വെച്ചപ്പോൾ അത് കാണിക്കുന്ന ഹൈറ്റ് ആണ് ഇത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഹൈറ്റ്, ദറ്റ് ഈസ് h എന്നെടുക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബാരോമീറ്ററിനെ ഒന്ന് എന്ത് ചെയ്തു? ഒന്ന് ഇൻക്ലൈൻ ചെയ്ത് ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഹൈറ്റ്, അതായത് വെർട്ടിക്കൽ ഹൈറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇത് കാണിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് ആര് റീഡ് ചെയ്യുന്നത്? ഈ ബാരോമീറ്റർ റീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് h ആണ്. ഈ മെർക്കുറിയുടെ ലെങ്ത് h ആണെങ്കിൽ, ഹൈറ്റ് h ആണെങ്കിൽ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇൻക്ലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് കാണിക്കേണ്ട പ്രഷർ എത്ര തന്നെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. അത് എത്ര തന്നെയാണ്? h തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്ത് മാറില്ല? ഈ വെർട്ടിക്കൽ ഹൈറ്റ് എന്ത് ചെയ്യില്ല? മാറില്ല. ഇൻക്ലൈൻ ചെയ്താലും വെർട്ടിക്കൽ ഹൈറ്റ് മാറില്ല. പക്ഷേ എന്ത് മാറും? ഇതിൻ്റെ ഉള്ളിലുള്ള മെർക്കുറിയുടെ ലെങ്ത് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതാണ് മെർക്കുറിയുടെ ലെങ്ത്. ഇപ്പോൾ അതിന് ഞാൻ പേര് കൊടുത്തു L'. മനസ്സിലായോ? ഇത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലുമായിട്ട് എത്ര ആംഗിളിലാണ്? 30 ഡിഗ്രിയിലാണ്. ഓക്കെ, വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾ, അതായത് ഈ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ലെങ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഇതിൻ്റെ അകത്ത് കോസ് തീറ്റ കണ്ടുപിടിക്കുക. എന്താ ഈ കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? h ആണ് വരിക. സോ h ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ഏതാണ്? L' ആണ്. സോ L' ഈക്വൽ ടു എന്താ വരിക? h ഡിവൈഡ് ബൈ കോസ് തീറ്റ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ലെങ്ത് ഓഫ് ദ മെർക്കുറി കോളം ഇൻ ദ ബാരോമീറ്റർ ഇഫ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ വിത്ത് വെർട്ടിക്കൽ. വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ദ ന്യൂ ലെങ്ത് ഓഫ് ദ ബാരോമീറ്റർ മെർക്കുറി കോളം എന്താണ്? h ഡിവൈഡ് ബൈ കോസ് തീറ്റ. സോ ദിസ് ദ ഷോർട്ട് കട്ട് ഇക്വേഷൻ. അപ്പോൾ ഇവിടെയുള്ള കേസിൽ എന്ത് എഴുതാം? L' ഈക്വൽ ടു ആദ്യത്തെ കേസിൽ എത്രയാണ്? ഹൈറ്റ് 75 ഡിവൈഡ് ബൈ കോസ് തീറ്റ. തീറ്റ ഏതാണ്? 30 ആണോ 60 ആണോ? 60 ഡിഗ്രി. കാരണം വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കോസ് 60. കോസ് 60 എത്രയാണ്? 1/2 ആണ്. സോ 75 ഡിവൈഡ് ബൈ 1/2. സോ ദ ന്യൂ ലെങ്ത് ഓഫ് ദ മെർക്കുറി ഇൻസൈഡ് ദ ബാരോമീറ്റർ. ഓക്കെ, ആഫ്റ്റർ ഇൻക്ലൈനിങ് ദിസ് ബാരോമീറ്റർ ഈസ് എത്രയാണ്? 150 സെൻറ്റിമീറ്റർ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് 14ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റൻ ഇതാണ്: എ മെറ്റാലിക് സ്പിയർ വെയിങ് 3 കിലോഗ്രാം ഇൻ എയർ ഈസ് ഹെൽഡ് ബൈ സ്ട്രിങ്
so as to completely immersed in a liquid of relative density 0.8. The relative density of the metallic sphere is 10. Then the tension in the string is. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബോഡി നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ലിക്വിഡാണെന്ന് വിചാരിക്കൂ. ഈ ലിക്വിഡിലേക്ക് ഒരു ബോഡിയെ ഇമേഴ്സ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹെൽഡ് ബൈ യൂസിങ് എ സ്ട്രിങ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് പറയുന്നത് ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ആക്ട് ചെയ്യുന്ന മറ്റ് ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ബോഡിയുടെ വെയിറ്റ് mg ഉണ്ടാവും. കൂടാതെ ഇതൊരു ലിക്വിഡിലാണുള്ളത്, അതുകൊണ്ട് ഇവിടെ അപ്ത്രസ്റ്റ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇനി ഇത് ഇക്വിലിബ്രിയത്തിലാണ്. ഇത് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമുക്ക് പറയാം നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും. ഇവിടെ ടെൻഷൻ അപ്വേർഡ് ഡയറക്ഷനാണ്, അപ്ത്രസ്റ്റ് അപ്വേർഡ് ഡയറക്ഷനാണ്. സോ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടെൻഷൻ T പ്ലസ് അപ്ത്രസ്റ്റ് U എന്നെഴുതാം. വെയിറ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു mg എന്ന് എഴുതാം. ശരിയല്ലേ? സോ ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, mg മൈനസ് യു എന്ന് കിട്ടും. mg മൈനസ് യു ഈസ് ആക്ച്വലി വാട്ട്, അപ്പാരൻ്റ് വെയിറ്റ്. അപ്പോൾ ഇവിടെയുള്ള കേസിൽ ടെൻഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, അപ്പാരൻ്റ് വെയിറ്റിന് ഈക്വലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഒരു ബോഡി നിങ്ങളൊരു സ്ട്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു, എന്നിട്ട് അതൊരു ലിക്വിഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സ് ചെയ്താൽ ടെൻഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, അതിൻ്റെ അപ്പാരൻ്റ് വെയിറ്റിന് ഈക്വലാണെന്ന് മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ഡെൻസിറ്റി തന്നിട്ടാണ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് ഒന്ന് മാറ്റാം. മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു ജി എന്ന് എഴുതാം. മൈനസ് അപ്ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ദ ബോഡി. ഓക്കെ, ഇത് ആക്ച്വലി ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയതുകൊണ്ട് വോളിയം ഓഫ് ദ ബോഡി എന്ന് എഴുതാം. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി എന്ന് എടുക്കാം. ഓക്കെ, ഇത് നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടി ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ ഇവിടെ വസ്തുവിൻ്റെ വോളിയം നമുക്കറിയില്ല, പക്ഷെ എന്തറിയാം, വസ്തുവിൻ്റെ മാസ് അറിയാം. എത്രയാണ്, 3 കിലോഗ്രാം ആണ്. ഓക്കെ, കൂടാതെ ആ ബോഡിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി അറിയാം. റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്, 10 ആണ്. നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണ്. വോളിയം ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ്. സോ ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, m ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി എന്ന് എഴുതാം. ഇവിടെ മാസിൻ്റെ സ്ഥാനത്ത് 3 കിലോഗ്രാം, റോ എന്ന് പറയുന്നത് 10, അടുത്ത് 10 മൈനസ് സിഗ്മ, സിഗ്മ എന്ന് പറയുന്നത് എത്രയാണെന്നിരിക്കുന്നത് 0.8 ആണ്, ഇൻറ്റു ജി, ജി എത്രയാണ് 10. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 10, ഈ 10ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്തു, ഇൻറ്റു 10 മൈനസ് 0.8 എന്ന് പറയുമ്പോൾ 9.2 വരും. സോ ഇറ്റ് ഈസ് 27.6 ന്യൂട്ടൺ. ഇതാണ് ഇവിടെയുള്ള ആൻസർ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15th ക്വസ്റ്റ്യൻ ഇതാണ്. Two cubical blocks, identical in dimensions, float in water in such a way that first block floats with half part immersed in water and the second block floats with 3/4 of its volume inside water. The ratio of density of the block. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബ്ലോക്കിൻ്റെ ഡെൻസിറ്റിയാണ് കാണാൻ പറഞ്ഞത്. അവിടെ 2 ക്യൂബിക്കൽ ബ്ലോക്കുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടിൻ്റെയും ഡയമെൻഷൻ എന്താണ്, സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് എങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, പകുതി വോളിയം ഇമേഴ്സ് ചെയ്ത രീതിയിലും, രണ്ടാമത്തെ ബ്ലോക്ക് എങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, 3/4 ഓഫ് ദ വോളിയം ഇമേഴ്സ് ചെയ്തിട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ആ 2 ബ്ലോക്കിൻ്റെയും ഡെൻസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഫ്ലോട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. സോ വി ക്യാൻ യൂസ് ദ ഐഡിയ ഓഫ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ, എന്താണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത് നമുക്കറിയാം. ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം, വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ആയിരിക്കണം അല്ലേ. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, ആര് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡ്, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഇമേഴ്സ്ഡ് പാർട്ട് ഓഫ് ദ ബോഡി അല്ലേ, ഇമേഴ്സ്ഡ് പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, മുങ്ങിക്കിടക്കുന്ന ഭാഗം ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് വോളിയം ഓഫ് ദ ബോഡി വി എന്നെടുക്കാം, ഡെൻസിറ്റി ഓഫ് ദ ബോഡി റോ എന്നെടുക്കാം, ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര ഭാഗമാണ് മുങ്ങിക്കിടക്കുന്നത്, ഹാഫ് പാർട്ടാണ്. സോ ഇറ്റ് ഈസ് v/2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു എന്ത് വരും, ജി എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൻസിറ്റി ഓഫ് ദ ഫസ്റ്റ് ക്യൂബിക്കൽ ബ്ലോക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, വി ക്യാൻസൽഡ്, ജി ക്യാൻസൽഡ്. സോ ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഡിവൈഡ് ബൈ 2. ശരിയല്ലേ?
ഇനി രണ്ടാമത്തെ കേസ് എടുക്കുക. രണ്ടാമത്തെ കേസിൽ എന്താണ്, അതും ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് വി ഇൻറ്റു റോ 2 ഇൻറ്റു ജി എന്ന് എടുക്കാം. എന്തുകൊണ്ട് വി എന്ന് തന്നെ എടുക്കാൻ കാരണം സെയിം ഡയമെൻഷൻ ആണ് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര ഭാഗമാണ് മുങ്ങിക്കിടക്കുന്നത്, 3/4 ഓഫ് ദ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. സോ 3/4 ഇൻറ്റു വി ഇൻറ്റു അത് വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ്, വാട്ടർ തന്നെയാണ്. സോ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻറ്റു ജി എന്ന് എഴുതാം. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ ഡെൻസിറ്റി ഓഫ് the body, that is the density of the second cubical block കിട്ടും. That is equal to VV cancelled, GG cancelled, so it is equal to 3/4 of density of water എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇതിൻ്റെ റേഷ്യോ ആണ്. സോ the density of the first block divided by density of the second block is equal to raw water divided by 2 divided by 3 times raw water divided by 4 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, ഈ റോ ക്യാൻസൽഡ്. സോ ദിസ് ഈസ് 4 മുകളിലേക്ക് പോയി. ഓക്കെ, സോ 4 divided by 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 divided by 3. സോ ദ ആൻസർ ഈസ് 2/3. മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് 16ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ പുട്ടിങ് എ കാപ്പിലറി ട്യൂബ് ഇൻ എ പോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ, the level of water rises up to a height of 4 cm in the tube. If a tube of half the diameter is used instead, the water will rise to a height of nearly. ഇവിടെ നിങ്ങൾ പറയുന്നത് ഒരു കാപ്പിലറി ട്യൂബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അതായത് കാപ്പിലറി റൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസെന്റ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്, H ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് എന്താണ്, റൈസ് ത്രൂ ദ കാപ്പിലറി ട്യൂബ് ഈസ് ഗിവൺ ബൈ 2t cos theta divided by rog. ഇതായിരുന്നു ഇക്വേഷൻ. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ലിക്വിഡ് മാറുന്നില്ല. എന്താണ് മാറുന്നത്, ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ ട്യൂബാണ് മാറുന്നത്. റേഡിയസ് മാറുന്നതിനനുസരിച്ച് ഹൈറ്റ് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. H പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് എഴുതാം. ഓക്കെ, സോ capillary rise or the height of the liquid rises through the capillary tube is inversely proportional to the radius of the tube. Okay, ഇവിടെ റേഡിയസ് ആണ് മാറുന്നത്. So we can write H2 divided by H1 is equal to inversely proportional ആയതുകൊണ്ട് R1 divided by R2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ R1 എന്ന് പറയുന്നത് R ആയിട്ട് എടുക്കാം. R2 എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ദ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഹാഫ് ആയി മാറി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2. സോ H2 ഈസ് ഈക്വൽ ടു 2 times H1 എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ഹൈറ്റിൻ്റെ ഡബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 2 into 4 cm, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 cm. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഈ ഇക്വേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാപ്പിലറി ട്യൂബുമായി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫ് ഏരിയ 0.1 meter² ഈസ് പ്ലേസ്ഡ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് and is separated from it by a film of oil 10⁻⁻5 meter thick, whose coefficient of viscosity is 1.5 Newton second meter raised to -2. The force required to cause the plate to slide on the surface at a constant speed of 1 mm/second is. ഇത് ഏതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് മനസ്സിലായി. ഏതാണ്, വിസ്കോസിറ്റിയുമായി റിലേറ്റഡ് ആണ്, വിസ്കസ് ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഒരു ഫ്ലാറ്റ് സർഫസ്, ഇതൊരു ഫ്ലാറ്റ് സർഫസ് ആണെന്ന് വിചാരിക്കൂ. ഈ ഫ്ലാറ്റ് സർഫസിൽ എന്ത് വെച്ചിരിക്കുന്നു, എന്താണ് ഫ്ലാറ്റ് സർഫസ്, അതിൻ്റെ മുകളിലൊരു ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, കൂടാതെ അതിലെന്തുണ്ട്, ഒരു ഓയിൽ ഫിലിം ഉണ്ട്. ആ ഓയിൽ ഫിലിമിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതാണ് ഓയിൽ ഫിലിം എന്ന് വിചാരിക്കും. ഇത് ഓയിൽ ഫിലിമാണ്. ഈ ഓയിൽ ഫിലിമിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എന്ത് കൂടി വെച്ചിട്ടുണ്ട്, ഒരു പ്ലേറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ ഏരിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു 0.1 meter² ആണ്. കൂടാതെ ഈ ഓയിൽ ഫിലിമിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. ഓക്കെ, തിക്നെസ് എത്രയാണ്, ദാറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദ ഓയിൽ ഫിലിം തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ 10⁻⁵ meter ആണ്. കൂടാതെ ഇവിടെ ആവശ്യമായി വരുന്ന ഇവിടെ ഈ ഓയിലിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. ഈറ്റ ഈസ് ഈക്വൽ ടു 1.5 Newton second meter raised to -2. കൂടാതെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണെന്നാ ചോദ്യം. ഓക്കെ, എന്തിനു വേണ്ടി, ഇത് എങ്ങനെ മൂവ് ചെയ്യണം, വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഓഫ് 1 mm/second എന്ന് പറഞ്ഞാൽ ഈ സർഫസ്, അതായത് ഈ പ്ലേറ്റ് എത്ര വെലോസിറ്റിയിൽ സഞ്ചരിക്കണം, 1 mm/second വേഗത്തിൽ സഞ്ചരിക്കണം. അങ്ങനെയാണെങ്കിൽ ആവശ്യമായി വരുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -ηA ഇൻറ്റു dV/dx. ഇതാണ് ഇക്വേഷൻ. ഇത് വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്.
ഇനി ഇതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വിസ്കസ് ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ വരിക? ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇതാണ് ഇവിടെയുള്ള ഇക്വേഷൻ വരിക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എക്സ്റ്റേണൽ ഫോഴ്സ് റിക്വയർഡ് ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വാട്ട്? വിസ്കസ് ഫോഴ്സ് ആക്ടിങ്. മനസ്സിലായില്ലേ? ഇവിടെയുള്ള കേസിൽ ഈറ്റ നമുക്ക് അറിയാം, ഏരിയ അറിയാം. വാട്ട് ഈസ് ഡി വി ദർ? ഡി വി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറൻസ് ഇൻ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ രണ്ട് സർഫസുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് ഈ ഹൊറിസോണ്ടൽ സർഫസും രണ്ടാമത്തത് ഈ പ്ലെയിൻ സർഫസും. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ഓയിലുണ്ട്. ആ ഓയിലിൻ്റെ തിക്നെസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഇവിടെ ഡി എക്സ് ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായില്ലേ? ആൻഡ് വാട്ട് ഈസ് ഡി വി ദർ? ഇത് നമുക്കറിയാം, ഈ ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നില്ല. അതിൻ്റെ വെലോസിറ്റി നമുക്ക് u1 ആയിട്ട് എടുക്കാം, ദാറ്റ് ഈസ് 0. ഇനി ഈ സർഫസ്, അതായത് മുകളിൽ വെച്ചിരിക്കുന്ന ഈ സർഫസ് എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് u2. ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? 1 mm/s. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡി വി ഇത്? ഇവിടെ ഡി വി എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ആണ്. ദാറ്റ് ഡിഫറൻസ് ഈസ് വാട്ട്? 1 mm/s. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇടിയുടെ സ്ഥാനത്ത് 1.5 എന്ന് കൊടുക്കാം. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് 0.1 ആയിട്ട് കൊടുക്കാം. അതുപോലെ ഡി വി എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. അത് എത്രയാണ്? 1 mm/s. ദാറ്റ് ഈസ് 10⁻³ m/s ഡിവൈഡ് ബൈ ഡി എക്സ്. ഡി എക്സ് എത്രയാണ്? തിക്നെസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു സർഫസ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁵ മീറ്റർ. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 15 ന്യൂട്ടൺ എന്നാണ്. സോ ദിസ് ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്ക് ആ വസ്തുവിനെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് വിസ്കസ് ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, വിത്തൗട്ട് എനി ആക്സലറേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോൾ ഓഫ് ഡെൻസിറ്റി സിഗ്മ and radius r is dropped on the surface of a liquid of density rho from certain height. If the speed of the ball does not change even on entering the liquid, the viscosity of the liquid is eta, then the height from which the ball dropped. അതായത് നിങ്ങളോട് പറയുന്നത് ഒരു ബോൾ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ ബോളിൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് തന്നിട്ട് സിഗ്മയാണ്. ഓക്കെ, അത് എന്തിലേക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? ഒരു ലിക്വിഡിലേക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഫ്രം എ ഹൈറ്റ് h. അപ്പോൾ h ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? അത് ഈ ലിക്വിഡിലൂടെ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായോ? മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. എങ്കിൽ എത്ര ഹൈറ്റിൽ നിന്നാണ് ഈ ബോഡിയെ ഡ്രോപ്പ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം, ഒരു വസ്തുവിനെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അത് താഴോട്ടേക്ക് വരുന്തോറും അതിൻ്റെ വെലോസിറ്റി കൂടുകയും h ഹൈറ്റ് താഴെ എത്തുമ്പോഴേക്ക് അതിൻ്റെ വെലോസിറ്റി എത്രയായി മാറും? v = √2gh ആയി മാറും. കാരണം നമുക്കറിയാം, ഒരു ഫ്രീ ഫോളിങ് ബോഡിയുടെ കേസിൽ h ഹൈറ്റിൽ നിന്നാണ് അത് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ അത് h ഹൈറ്റ് താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായി മാറും? √2gh ആയി മാറും. ഓക്കെ, അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? ഈ ലിക്വിഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. പക്ഷേ എൻ്റർ ചെയ്തതിന് ശേഷം വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. പക്ഷെ നമുക്കറിയാം, സാധാരണഗതിയിൽ എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റി മാറി മാറി വരണം, അല്ലേ? വെലോസിറ്റി എന്ത് ചെയ്യും? താഴോട്ടേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്യണം. എന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി എന്തായി മാറും? കോൺസ്റ്റന്റ് ആയി മാറും. എപ്പോഴാണ് കോൺസ്റ്റന്റ് ആയി മാറുന്നതെന്ന് അറിയാം? നെറ്റ് ഫോഴ്സ് 0 ആവുന്ന സമയത്ത്. കാരണം ഈ ലിക്വിഡിലാവുന്ന സമയത്ത് ഈ ബോഡിയുടെ മുകളിൽ ഈ ലിക്വിഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാം ബോഡിയുടെ വെയിറ്റ്, രണ്ടാമത്തത് അപ്ത്രസ്റ്റ്, മൂന്നാമത്തത് വിസ്കസ് ഫോഴ്സ്. ഓക്കെ, ഇവ തമ്മിൽ ബാലൻസ് ചെയ്ത് നെറ്റ് ഫോഴ്സ് 0 ആവുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി എന്തായി മാറും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അതിനുശേഷം വെലോസിറ്റി എന്ത് ചെയ്യില്ല? മാറില്ല. ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. പക്ഷെ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സർഫസിൽ എത്തി ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇതിനെ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഉള്ളിലൂടെ മൂവ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ വെലോസിറ്റി എത്ര തന്നെയാണ്? √2gh തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ടെർമിനൽ വെലോസിറ്റി എത്ര തന്നെയാണ്? √2gh ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് ഏതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്? ടെർമിനൽ വെലോസിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം, ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ vt ഈസ് ഈക്വൽ ടു 2/9 r² ഇൻറ്റു ബോഡി ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി സിഗ്മയാണ്. ഓക്കെ, ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എത്രയാണ്? റോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് റോ ഇൻറ്റു g ഡിവൈഡ് ബൈ ഈറ്റ. ഇതാണ് ഇക്വേഷൻ. ശരിയല്ലേ? ഇനി ഈ കേസിൽ ടെർമിനൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? √2gh ആണ്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ സ്ഥാനത്ത് നമുക്ക് √2gh എന്ന് കൊടുക്കാം. ഓക്കെ,
that is equal to 2/9 into r square into sigma minus rho into g divided by eta എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്താൽ 2gh എന്നായി മാറും. 2gh ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 സ്ക്വയർ ഇൻറ്റു r റേസ്ഡ് ടു 4 ഇൻറ്റു സിഗ്മ മൈനസ് റോ ഓൾ സ്ക്വയർ ജി സ്ക്വയർ ഡിവൈഡ് ബൈ എന്തായി മാറും? ഈറ്റ സ്ക്വയർ എന്നായി മാറും. ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ ഈ 2ഉം ഇവിടെയുള്ള ഒരു 2ഉം ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇവിടെയുള്ള ജിയും ഈ ജി സ്ക്വയറിൽ ഒരു ജിയും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ റേസ് ടു 4 സിഗ്മ മൈനസ് റോ ഓൾ സ്ക്വയർ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ആൻഡ് വൺ മോർ തിങ് ഈസ് ദ 9 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടി? 2g ഇൻറ്റു, ഓക്കെ, ഞാൻ ഇതിനെ മാറ്റി എഴുതുന്ന ശ്രദ്ധിച്ചോ. ഇവിടെ ആർ റേസ് ടു 4ന് പകരം ആർ സ്ക്വയർ എന്ന് കൊടുക്കുന്നു, സിഗ്മ മൈനസ് റോ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ 9 ഈറ്റ. ഇതിൻ്റെ എന്തെടുത്താൽ മതി? സ്ക്വയർ എടുത്താൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ആർ റേസ് ടു 4 സിഗ്മ മൈനസ് റോ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 സ്ക്വയർ ഈറ്റ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഏതാ ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് 4th വൺ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് 19ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിസ്കസ് ട്രാക്ക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് വിസ്കസ് ഫോഴ്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഈറ്റ എ ഇൻറ്റു ഡി വി ഡിവൈഡ് ബൈ ഡി എക്സ്. ഇതാണ് ഇക്വേഷൻ. ഇതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് മനസ്സിലായി. ഇറ്റ് directly proportional to area of cross section, that means size of the body. Okay, and dv, what is dv means? Velocity. Okay, velocity of the body. And what is eta? Coefficient of viscosity. അപ്പോൾ ഇവിടെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സൈസ് ഓഫ് ദ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ: terminal velocity of a small sized spherical body of radius r falling vertically in a viscous liquid is given by the proportionality. ഇത് ടെർമിനൽ വെലോസിറ്റിയുമായി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 2/9 ഇൻറ്റു ആർ സ്ക്വയർ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഈറ്റ. ഇതാണ് ഇക്വേഷൻ. അവിടെ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ്, സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്, ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ബോഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ടെർമിനൽ വെലോസിറ്റി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 21: എ സ്പെറിക്കൽ ബോൾ ഈസ് ഡ്രോപ്ഡ് ഇൻ എ ലോങ് കോളം ഓഫ് വിസ്കസ് ലിക്വിഡ്. ദ സ്പീഡ് വി ഓഫ് ദ ബോൾ വാരീസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വലിയ ഒരു വിസ്കസ് ലിക്വിഡിലൂടെ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഒരു കോളം ഓഫ് വിസ്കസ് ലിക്വിഡിലൂടെ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമുക്കറിയാം ഇത് താഴോട്ടേക്ക് വരുന്നു. ഓക്കെ, ഇനി ഈ ലിക്വിഡിലൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ടാവും? ഒന്ന്, അതിൻ്റെ വെയിറ്റ് mg ഉണ്ടാവും, പിന്നെ അപ്ത്രസ്റ്റ് ഉണ്ടാവും, കൂടാതെ എന്തും ഉണ്ടാവും? വിസ്കസ് ഫോഴ്സും ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ അപ്ത്രസ്റ്റും അതേപോലെ തന്നെ വിസ്കസ് ഫോഴ്സും എന്താണ്? മുകളിലേക്കാണ്. അതുപോലെ വെയിറ്റ് എന്താണ്? താഴോട്ടേക്കാണ്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെലോസിറ്റി. കാരണം എഫ് ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ ആർ ഇൻറ്റു വി എന്നാണ് പഠിച്ചത്. അതുകൊണ്ട് വിസ്കസ് ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വെലോസിറ്റി കൂടുന്തോറും എന്ത് ചെയ്യും? വിസ്കസ് ഫോഴ്സ് കൂടും. ഒരു പർട്ടിക്കുലർ ടൈം എത്തുന്ന സമയത്ത് ഈ വിസ്കസ് ഫോഴ്സും അതേപോലെ ഈ അപ്ത്രസ്റ്റും കൂടി എന്ത് ചെയ്യും? ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യും. അങ്ങനെ ബാലൻസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? അവിടെയുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. കൂടാതെ ആ ബോഡി പിന്നീട് മൂവ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇനീഷ്യലി താഴോട്ടേക്ക് വരുന്തോറും സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കൂടി വരുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം എന്ത് ചെയ്യുന്നു? വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ രണ്ടാമത്തെ ഗ്രാഫ് നോക്കൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സമയം കൂടുന്തോറും വെലോസിറ്റി കൂടി വരുന്നു. ഒരു പർട്ടിക്കുലർ ടൈം ആവുന്നതിന് ശേഷം, അല്ലേ? ഒരു പർട്ടിക്കുലർ ടൈം ആയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം, അതായത് അപ്ത്രസ്റ്റും വിസ്കസ് ഫോഴ്സും കൂടി വെയിറ്റിനെ ബാലൻസ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. സോ ദ ഓപ്ഷൻ ഈസ് സെക്കൻഡ് വൺ. ഓക്കെ, നമുക്ക് 23ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ചാനൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. 3 sections A, B and C are shown.
Sections B and C have equal area of cross section if PA, PB and PC are the pressures at A, B and C respectively. Then ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്യൂബിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നു, വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അവിടെ 3 ക്രോസ് സെക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ആ 3 ക്രോസ് സെക്ഷനുള്ള പ്രഷർ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് ആ പ്രഷർ കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കിവിടെ 2 ബേസിക് ഐഡിയാസ് ഉപയോഗിക്കാം. ഒന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി, രണ്ടാമത്തത് ബെർണോളിസ് തിയറം. ഓക്കെ, ആദ്യം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റിയാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഏരിയാസ് തന്നിട്ടുണ്ട്, 3 ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് എ എന്ന സെക്ഷൻ്റെ ഏരിയ, രണ്ടാമത്തെ ബി എന്ന സെക്ഷൻ്റെ ഏരിയ, മൂന്നാമത്തെ സി എന്ന സെക്ഷൻ്റെ ഏരിയ. ഓക്കെ, നിങ്ങളിവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏരിയ ഓഫ് ദ സെക്ഷൻ എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി ആൻഡ് ഏരിയ ഓഫ് ദ സെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സെക്ഷൻ സി. കാരണം അത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ തന്നിട്ടുണ്ട്, ബിയിലും സിയിലും എന്താണ് ഏരിയ എന്താണ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഏരിയ ഏറ്റവും കുറവുള്ള സ്ഥലത്ത് വെലോസിറ്റി എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. സോ വെലോസിറ്റി അറ്റ് ദ സെക്ഷൻ എ ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി അറ്റ് ദ സെക്ഷൻ ബി ആൻഡ് ദ വെലോസിറ്റി അറ്റ് ദ സെക്ഷൻ ബി ആൻഡ് വെലോസിറ്റി അറ്റ് ദ സെക്ഷൻ സി ആർ ഈക്വൽ. കാരണം ഏരിയ എന്തായതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, എന്തറിയാമെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറിയാമെങ്കിൽ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് ബെർണോളിസ് തിയറം? ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞാൽ ഇതാണ്, ടോട്ടൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു, പി പ്ലസ് ഹാഫ് ഇൻറ്റു റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ബെർണോളിസ് തിയറം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ ബെർണോളിസ് തിയറം നമുക്ക് 2 പോയിന്റുകളിലായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും കൂടിയിട്ട് എന്ത് അപ്ലൈ ചെയ്യുന്നു, ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ബിറ്റ്വീൻ ദ പോയിന്റ്സ് എന്താണ്, എ ആൻഡ് ബി. മനസ്സിലായല്ലോ? എയിലുള്ള പ്രഷർ ഞാൻ പി എ ആയിട്ടെടുത്തു, ബിയിലുള്ള പ്രഷർ ഞാൻ പി ബി ആയിട്ടെടുത്തു, അതുപോലെ സിയിലുള്ള പ്രഷർ ഞാൻ പി സി ആയിട്ടെടുക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള കേസിൽ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് സെക്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ അപ്ലൈ ചെയ്താൽ പി എ, അവിടെയുള്ള പ്രഷർ പി എ ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു അവിടെയുള്ള വെലോസിറ്റി വി എ ആയതുകൊണ്ട് വി എ സ്ക്വയർ പ്ലസ് റോ ജി ഇൻറ്റു ഹൈറ്റ്. എത്രയാണ് ഹൈറ്റ് വരുന്നത്? ഇതാണ് ഹൈറ്റ് അല്ലേ? അപ്പോൾ അത് എത്രയാണ് വരുന്നത്? എച്ച് ആണ്. സോ റോ ജി എച്ച് ഈസ് ഈക്വൽ ടു ബി എന്ന പോയിന്റിലുള്ള പ്രഷർ പി ബി പ്ലസ് അവിടെയുള്ള വെലോസിറ്റി റോ വി ബി ആണ്. ഓക്കെ, സോ വി ബി സ്ക്വയർ പ്ലസ് അവിടെയുള്ള ഹൈറ്റ്, അതായത് ആ പോയിന്റിലേക്കുള്ള ഹൈറ്റും എത്ര തന്നെയാണ്? എച്ച് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ റോ ജി എച്ച്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഈ റോ ജി എച്ചും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, പി എ മൈനസ് പി ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു വി ബി സ്ക്വയർ മൈനസ് എന്ത് കിട്ടും, വി എ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? നമുക്കറിയാം വെലോസിറ്റി എന്താണ്, എയിലുള്ള വെലോസിറ്റി ബിയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വി ബി സ്ക്വയർ മൈനസ് വി എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പി എ മൈനസ് പി ബി എന്താണ്, നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഏത് പ്രഷറാണ് കൂടുതൽ? പ്രഷർ അറ്റ് ദ സെക്ഷൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ അറ്റ് ദ സെക്ഷൻ എ. നമുക്കിങ്ങനൊരു കാര്യം കിട്ടി. ശരിയല്ലേ? ഇതുപോലെ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യുക, ബിയുടെയും സിയുടെയും ഇടയിൽ അപ്ലൈ ചെയ്യുക, ബിറ്റ്വീൻ ദ പോയിന്റ് ബി ആൻഡ് സി. അങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബി എന്ന പോയിന്റിലെ പ്രഷർ പി ബി പ്ലസ് അവിടെയുള്ള വെലോസിറ്റി വി ബി ആണ്. സോ ഹാഫ് റോ വി ബി സ്ക്വയർ പ്ലസ് അവിടത്തേക്കുള്ള ഹൈറ്റ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് എത്രയാണ്, എച്ച് ആണ്. സോ ഇറ്റ് ഈസ് റോ ജി എച്ച്. സി എന്ന പോയിന്റിലുള്ള പ്രഷർ പി സി പ്ലസ് അവിടെയുള്ള വെലോസിറ്റി എത്രയാണ്, ഹാഫ് റോ വി സി സ്ക്വയർ. ഓക്കെ, പ്ലസ് അവിടത്തേക്കുള്ള ഹൈറ്റ് എത്രയാണ്? അപ്പോൾ അവിടത്തേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഹൈറ്റ് ഈസ് എച്ച് സി. സോ പ്ലസ് എന്ത് വരും, റോ ജി എച്ച് സി എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിനെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ വി ബി സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക, പി ബി മൈനസ് പി സി ഈസ് ഈക്വൽ ടു വി വിൽ ഗെറ്റ് ഹാഫ് ഇൻറ്റു റോ വി സി സ്ക്വയർ മൈനസ് വി ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് എന്ത് വരും, റോ ജി ഇൻറ്റു എച്ച് സി മൈനസ് എച്ച് എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ വി സിയും വി ബിയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ? വി ബിയും വി സി ഈക്വൽ ആയതുകൊണ്ട് ഈ ടേം എന്തായി പോയി, 0 ആയി മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, പി ബി മൈനസ് പി സി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, റോ ജി ഇൻറ്റു എച്ച് സി മൈനസ് എച്ച് ആണ്. ഏത് ഹൈറ്റാണ് കൂടുതൽ, എച്ച് ആണോ എച്ച് സി ആണോ കൂടുതൽ?
നമുക്കറിയാം എച്ച് ഈസ് ഗ്രേറ്റർ ദെൻ എച്ച് സി. അതുകൊണ്ട് നമുക്ക് പി ബി മൈനസ് പി സി എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ കിട്ടുക? അപ്പോൾ ഈ എച്ച് സി മൈനസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ് അല്ലേ? ഈ ക്വാണ്ടിറ്റി നെഗറ്റീവാണ്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എവിടെയുള്ള പ്രഷർ കൂടുതൽ? സിയിലുള്ള പ്രഷറാണ് എവിടത്തേനേക്കാൾ കൂടുതൽ? ബിയിലുള്ളതിനേക്കാൾ കൂടുതൽ. സോ പി സി ഈസ് ഗ്രേറ്റർ ദെൻ പി ബി എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ സിയിലാണ്, അത് കഴിഞ്ഞാൽ ബിയിൽ, ഏറ്റവും കുറവ് എവിടെയാണ്? എയിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം പി എ ഈസ് ലെസ് ദാൻ പി ബി ആൻഡ് പി സി. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ലിക്വിഡ് ഫ്ലോസ് ഇൻ എ ട്യൂബ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. A1 and A2 are the cross sections of the portions of the tube as shown. The ratio of the speed V1 by V2 will be. അപ്പോൾ ഇവിടെയുള്ള കേസിൽ ഒരു ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഒരു ട്യൂബിലൂടെ ഫ്ലോ ചെയ്യുന്നു. നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഇത് A1 എന്ന് പറയുന്ന ഏരിയ, ഇവിടെ A2 എന്ന് പറയുന്ന ഏരിയ. A1ലൂടെ പോകുന്ന വെലോസിറ്റി V1, A2ലൂടെ പോകുന്ന വെലോസിറ്റി V2. അങ്ങനെയാണെങ്കിൽ V1 by V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് ഉപയോഗിച്ചാൽ മതി? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? നമുക്കറിയാം എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു V1 ഈസ് ഈക്വൽ ടു എന്ത് വരും? A2 ഇൻറ്റു V2 എന്ന് വരും. ശരിയല്ലേ? സോ വാട്ട് ഈസ് V1 ഡിവൈഡ് ബൈ V2? ദറ്റ് ഈസ് ഈക്വൽ ടു A2 ഡിവൈഡ് ബൈ A1. സോ ദിസ് ഈസ് ദ ആൻസർ. സോ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, കെറോസിൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ആർ ഫിൽഡ് ഇൻ 2 ഐഡൻറ്റിക്കൽ സിലിണ്ടറിക്കൽ വെസൽസ്. ബോത്ത് വെസൽസ് ഹാവ് ദ സെയിം ഹോൾസ് അറ്റ് ദർ ബോട്ടം. ദ സ്പീഡ് ഓഫ് ദ വാട്ടർ ആൻഡ് കെറോസിൻ കമ്മിങ് ഔട്ട് ഓഫ് ദർ ഹോൾസ് ആർ V1 ആൻഡ് V2 റെസ്പെക്റ്റീവ്ലി. സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ബീക്കർ. ഓക്കെ, ഈ ബീക്കറിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട് എന്ന് വിചാരിക്കൂ. ഓക്കെ, ഇതിൽ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അന്ന് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ്? ദാറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടോറിസെല്ലീസ് ലോ ഓഫ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്നാണ്. നമുക്കറിയാം ഇത് എച്ച് ഹൈറ്റ് ആണെന്ന് വിചാരിക്കും. അതായത് ഈ ഹോളിൽ നിന്ന് ഏത് ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? എച്ച് ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ടോറിസെല്ലീസ് ലോ ഓഫ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് സ്പീഡ് V ഈക്വൽ ടു √2gh ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ് രണ്ട് കേസ്. അതായത് ഒന്ന് വാട്ടറാണ് എടുത്തിരിക്കുന്നത്, അടുത്തത് കെറോസിനാണ് എടുത്തിരിക്കുന്നത്. ഐഡൻറ്റിക്കൽ സിലിണ്ടറിക്കൽ വെസലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിലും സ്മോൾ ഹോൾസ് ഉണ്ട് അറ്റ് ദർ ബോട്ടം. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിക്കൽ വെസലാണ്, ബോട്ടത്തിലാണ് എന്തുള്ളത് ഹോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ട്യൂബെങ്കിൽ ഇവിടെയാണ് ഹോൾ ഉള്ളത്. ഓക്കെ, രണ്ടും ഒരേപോലെയുള്ളതാണ്, ഒരേപോലെ തന്നെ ലിക്വിഡ് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ രണ്ട് കേസിലും എന്ത് സെയിം ആണ്? എച്ച് സെയിം ആണ്. സോ വാട്ട് അബൌട്ട് ദ വെലോസിറ്റി? V1 ആൻഡ് V2 ആർ ഈക്വൽ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? √2gh. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ കിട്ടുക? V1 ഈക്വൽ ടു V2. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ടു എ ഹൈറ്റ് h. A hole is made in one of the walls at a depth d below the water surface. The distance x from the foot of the wall at which the stream of water coming out of the tank strikes the ground is given by. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. ഇത് ഒരു കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിൽ ഇവിടെ എന്തുണ്ട്? ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ലിക്വിഡ് എടുത്തിരിക്കുന്ന ഹൈറ്റ് എത്രയാണ്? എത്ര ഹൈറ്റ് വരെ ലിക്വിഡ് എടുത്തിട്ടുണ്ട്? എച്ച് ഹൈറ്റിൽ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഹോൾ എവിടെയാണുള്ളത്? ഡി ഡെപ്തിലാണുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് എത്രയാണ്? ഡി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്രയാണ്? ദാറ്റ് ഈസ് എച്ച് മൈനസ് ഡി ആണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ലിക്വിഡ് പുറത്തേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി V ഈക്വൽ √2gh എന്നാണ് പറഞ്ഞത്. അവിടെ h എന്ന് പറയുന്നത് ഹോളിൽ നിന്ന് ഫ്രീ സർഫസിലേക്കുള്ള ദൂരമാണ്. അതിവിടെ d ആയതുകൊണ്ട് √2gd ആണ്. ഓക്കെ, കൂടാതെ ഈ ലിക്വിഡ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക. ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ഇവിടെ വന്ന് തട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്തിന് തുല്യമാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷൻ. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ഈ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് റേഞ്ച് ആണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്
ഓക്കെ അറ്റ് വിച്ച് ഇറ്റ് സ്ട്രൈക്സ് എന്ന ചോദ്യം. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റേഞ്ച് ആണ്. അപ്പോൾ നമുക്കറിയാം റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ്. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഈ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആണ്. ദാറ്റ് ഈസ് എന്താണ്? റൂട്ട് ഓഫ് 2gd ആണ്. ഓക്കെ ഇൻറ്റു വാട്ട് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്? അപ്പോൾ ഇവിടെയുള്ള കേസ് നമുക്കറിയാം ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്? നേരെ താഴോട്ടേക്ക് വീഴുന്നതിന് തുല്യമാണ്. കാരണം ഇതിൻ്റെ എന്താണ്? ദി ഹൊറിസോണ്ടൽ ഡയറക്ഷന് മാത്രമേ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളൂ, വെർട്ടിക്കൽ ഡയറക്ഷന് വെലോസിറ്റി ഇല്ല. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഫ്രീലി ഫോളിംഗ് ബോഡി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താ വരുന്നത്? 2h/g എന്നാണ് വരിക. ഇവിടെ h എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ഈ എന്താണ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റാണ്. അത് ഇതാണ്. ഓക്കെ അപ്പോൾ രണ്ടും ശ്രദ്ധിക്കുക. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കാണണമെങ്കിൽ നമ്മൾ v = റൂട്ട് ഓഫ് 2gh എന്ന് എടുക്കും. അവിടെ h എന്ന് പറയുന്നത് ഹോളിൽ നിന്ന് ഫ്രീ സർഫസിലേക്കുള്ള ദൂരമാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് 2h/g എന്ന് എടുക്കും. അവിടെ h എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന്, അതായത് ഈ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് എവിടത്തേക്ക്? ഈ ഹോളിലേക്കുള്ള ദൂരമാണ്. ഓക്കെ അപ്പോൾ ഇവിടെയുള്ള കേസിൽ എന്താ വരേണ്ടത്? t = റൂട്ട് ഓഫ് 2 ഇൻറ്റു h എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? h - d ആണ്. ഓക്കെ ഡിവൈഡ് ബൈ g എന്ന് വരും. സോ ഇവിടെയുള്ള കേസിൽ റൂട്ട് ഓഫ് എന്താ വരേണ്ടത്? 2 ടൈംസ് h - d ഡിവൈഡ് ബൈ g എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? r ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 എന്ത് വരും? 4 വരും. ഓക്കെ ഇവിടെയുള്ള ഈ ജിയും ക്യാൻസൽ ചെയ്യും. പിന്നെ എന്താ ഉള്ളത്? d ഇൻറ്റു എന്ത് വരും? h - d എന്ന് വരും. ഓക്കെ അല്ലെങ്കിൽ r ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്തെഴുതാം? 2 ഇൻറ്റു d ഇൻറ്റു h - d all raised to 1/2. So the answer is the first one. മനസ്സിലായില്ലേ? ഓക്കെ സോ ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അടുത്തതിലേക്ക് പോകാം. നമുക്കിനി 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് 2 holes A and B are made in it. ഫോർ ഗെറ്റിംഗ് ദ സെയിം റേഞ്ച് ദ റേഷ്യോ ഓഫ് h' ഡിവൈഡ് ബൈ h. അപ്പോൾ ഇവിടെയുള്ള കേസിൽ റേഞ്ച് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സെയിം ആണ്. ഓക്കെ റേഞ്ച് സെയിം ആണ്. അതായത് ഈ റേഞ്ച് എന്ന് പറയുന്നത് രണ്ട് കേസിലും സെയിം ആണ്. ഇതാണ് ഒരു ഹോള്, ഇതാണ് അടുത്ത ഹോൾ. ഓക്കെ ഈ ദൂരം തന്നിരിക്കുന്നത് h' ആണ്, ഇത് തന്നിരിക്കുന്നത് h ആണ് കേട്ടോ. ഇത് എത്രയാണ്? h ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ദൂരം, അതായത് ഈ ദൂരം ഞാൻ x ആയിട്ട് എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എന്ന് പറയുന്നത് h' പ്ലസ് x പ്ലസ് h ആണ്. ഓക്കെ അങ്ങനെ ഞാൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ ഇവിടുന്ന് വരുന്ന വെലോസിറ്റി ഞാൻ v2 ആയിട്ട് എടുക്കുന്നു. ഇവിടുന്നുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് t1 ആയിട്ട് എടുക്കുന്നു. ഇവിടുന്നുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് t2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ v1 t1 ഈസ് ഈക്വൽ ടു v2 t2 എന്നെടുക്കാം. ഓക്കെ ഇവിടെ v1 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം v1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2gh ആണ് വരുന്നത് അല്ലേ. h എന്ന് പറയുമ്പോൾ ഈ ഹോളിൽ നിന്ന് സർഫസിലേക്കുള്ള ദൂരമാണ്. അത് എത്രയാണ്? h' ആണ്. സോ റൂട്ട് 2gh' ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2h/g. h എന്ന് പറയുമ്പോൾ ഇവിടുന്ന്, അതായത് ഇവിടുന്ന് ഗ്രൗണ്ട് വരെയുള്ള ഈ ദൂരമാണ് വരേണ്ടത്. അത് എത്രയാണ് വരിക? x പ്ലസ് h ആണ് വരിക. സോ ഇറ്റ് ഈസ് x പ്ലസ് h. സോ ഇറ്റ് ഈസ് x പ്ലസ് h ഡിവൈഡ് ബൈ എന്ത് വരും? g. ദാറ്റ് ഈസ് ഈക്വൽ ടു v2 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2gh. h എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഹോളിൽ നിന്ന് ഫ്രീ സർഫസിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഈ ദൂരമാണ് വരേണ്ടത്. ഈ ദൂരം എത്ര വരിക? ദാറ്റ് ഈസ് h' പ്ലസ് എന്താ വരിക? x ആണ് വരിക അല്ലേ. അപ്പോൾ എന്ത് വരണം? h' പ്ലസ് x വരും ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2h/g. അവിടെ h എന്ന് പറയുമ്പോൾ ഈ ഹോളിൽ നിന്ന് എവിടുത്തെ ഗ്രൗണ്ടിലേക്കുള്ള ദൂരം അത് എത്രയാണ്? h ആണ്. അപ്പോൾ റൂട്ട് 2h/g എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള കേസിൽ ഈ ജിയും ക്യാൻസൽ ചെയ്യും. ഇവിടെയുള്ള കേസിൽ ഈ ജിയും ക്യാൻസൽ ചെയ്യും. ഇനി രണ്ട് ടേമിലും എന്തുണ്ട്? റൂട്ട് ഉണ്ട്. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുക 2h' ഇൻറ്റു 2 ഇൻറ്റു x പ്ലസ് h ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു h' പ്ലസ് എക്സ് ഇൻറ്റു 2h എന്ന് കിട്ടും. ഓക്കെ ഇവിടെയുള്ള 2 ഈ 2 ക്യാൻസൽ ചെയ്യാം, ഈ 2 ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? h' ഇൻറ്റു എക്സ് പ്ലസ് h' ഇൻറ്റു h ഈസ് ഈക്വൽ ടു h' ഇൻറ്റു h പ്ലസ് എക്സ് ഇൻറ്റു h എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെയുള്ള h' ഈ h' ഒന്ന് പോവും. ബാക്കിയുള്ളത് എന്താണ്? ഈ h' ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു x ഇൻറ്റു h എന്ന് കിട്ടും. സോ h' ഈക്വൽ ടു h, ദാറ്റ് ഈസ് h' ഡിവൈഡ് ബൈ h ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്.
സോ ദ ആൻസർ ഈസ് എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് റേഞ്ച് ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ എച്ച് ഡാഷും എച്ചും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കണം പോയിന്റ് വരേണ്ടത്? ഈ രണ്ടും എവിടെയായിരിക്കണം? ഇതിൻ്റെ സെൻറ്ററിലായിരിക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ.